ദിവ്യ ശ്രീധർ എന്നും ദിവ്യ ശ്രീധർ ആയിരിക്കണം. ക്രിസ് കൂടെ ഉണ്ടാവും. അല്ലാതെ പേരിൽ മാറ്റം വരുന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പേര് മാറ്റും. കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പിരിയും ഇപ്പൊ പിരിയും ഇപ്പൊ പിരിയും. ഇപ്പൊ നമ്മളുടെ നല്ല ഇപ്പൊ വേറൊരാൾ കഴിച്ചാലും ഞാൻ ക്രിസ്ത്യനാണ്, പുള്ളിക്കാരി ഹിന്ദുവാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോവും, സിംഗിൾ അമ്പലത്തിലും പോകും. അതുകൊണ്ട് എന്താ കുഴപ്പമില്ല. ഭാര്യ തന്നെയാണ് ഒരു കുടുംബത്തിന്റെ വിളക്ക്. വെസ്റ്റേൺ വേൾഡിൽ പോലും ഒരു കവറിൽ നമ്മൾ പേര് എഴുതുമ്പോൾ മിസ്സസ് ആൻഡ് മിസ്റ്റർ എന്ന് എഴുതുന്നത് ആദ്യം മിസ്സസ് ആണ് എഴുതുന്നത്. പേര് അവിടെ എഴുതാത്ത ഇതാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഈക്വൽ സ്ഥാനത്തിൽ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങൾ പേര് മാറ്റാൻ പോകുന്നത്. പേര് മാറ്റേണ്ട ആവശ്യമില്ല. ദിവ്യ ശ്രീധർ എന്നും ദിവ്യ ശ്രീധർ ആയിരിക്കണം. ക്രിസ് കൂടെ ഉണ്ടാവും. അല്ലാതെ പേരിൽ മാറ്റം വരുന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പേര് മാറ്റും. ഞാൻ ക്രിസ് ദിവ്യ എന്നും കുഞ്ഞുമോള് ദിവ്യ ക്രിസ് എന്നും പേര് മാറ്റും. അങ്ങനെയില്ല. അപ്പോൾ എന്നാണ് ദിവ്യ ശ്രീധർ ക്രിസ് ക്രിസ് ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ചേർന്ന് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പിരിയും ഇപ്പൊ പിരിയും ഇപ്പൊ പിരിയും. ഇപ്പൊ നമ്മളുടെ നല്ല ഇപ്പൊ വേറൊരാൾ കഴിച്ചാലും അപ്പൊ അതിൽ അവരങ്ങനെ പറയണത് പറയട്ടെ. അവർക്ക് അത്രേ ധൈര്യം നേരിട്ട് പറയാൻ ധൈര്യം. എന്റെ പിന്നെ മഹാലക്ഷ്മികൾക്കെല്ലാം ഇവരെ എന്റെ ഒപ്പം കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നത്. ദയവായിട്ട് ഇവിടെ നമുക്കിപ്പോ ഒരുമിച്ച് ഒരു ഇതിൽ വരാൻ പറ്റിയത് എന്റെ അടുത്ത് വന്നത് പോയി ഫുഡ് കഴിച്ചപ്പോ അപ്പൊ ഒരുമിച്ച് വരുമ്പോ നമ്മുടെ പിക്കിളായിട്ട് വന്നാണ് അവര് ഒരു അതില് ഇപ്പൊ എനിക്ക് കുഞ്ഞുമൊക്കെ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോ ഇഡലിയോ ദോശയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഫിഷ് പിക്കൽ പ്രോൺ പിക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടു. എനിക്ക് മീൻ കറി വരെയാ ഓക്കെ, ബാക്കി ഫിഷ് പിക്കൽ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പൊ അത് നല്ലത് എന്ന് പറഞ്ഞ് ഇപ്പൊ സിംഗിൾ ബോബന്റെ പേര് പറയുമ്പോ അപ്പൊ പ്രോൺസ് പിക്കൽ അല്ലെങ്കിൽ ഫിഷ് പിക്കൽ വേണം. അപ്പൊ പിന്നെ എന്നാ ശരി ആഗ്രഹം സാധിച്ചുകൂടെ. എന്തായാലും എല്ലാം കൂട്ടുമല്ലോ. ഞാൻ കഴിക്കില്ല, ഞാൻ നോൺ വെജ് കഴിക്കില്ല. അല്ല ഒരാള് കഴിക്കുന്നതിന് എതിരല്ലല്ലോ. അതുകൊണ്ട് അപ്പൊ അതില് അങ്ങനെ പ്രശ്നമല്ല. ഇപ്പൊ ഒരാൾ വളർന്ന രീതി സാഹചര്യം അവര് എന്താണോ അവര് കഴിക്കുന്നത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് മാറേണ്ട ഒരു കാര്യമില്ല. ഞങ്ങള് രണ്ട് കാസ്റ്റാണ്. ഞാൻ ക്രിസ്ത്യനാണ്, പുള്ളിക്കാരി ഹിന്ദുവാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോവും, സിംഗിൾ അമ്പലത്തിലും പോകും. അതുകൊണ്ട് എന്താ കുഴപ്പമില്ല. വീട്ടിലും രണ്ട് സെക്ഷനാണ്. ഒരു ഭാഗത്ത് മുഴുവൻ ഗുരുവായൂരപ്പനും നമ്മുടെ ടീമെല്ലാരും, ഒരു ഭാഗത്ത് യേശുവപ്പനും മാതാവും എല്ലാം ഒരു സ്ഥലത്ത്. അല്ല നമുക്കെന്താ ഒരു വിഷയമില്ല. മതം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നേ ഇല്ല. അല്ല സ്നേഹത്തിന് അതൊന്നും ഒരു വിഷയമേ ഇല്ല. ആദ്യം ഞാനൊരു ബുക്ക് എഴുതി തുടങ്ങിയത് ഇൻ പെർസ്യൂട്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കായിരുന്നു. അതൊരു കമ്പാരിറ്റീവ് റിലീജിയൻ സ്റ്റഡിയായിരുന്നു. അപ്പം അതിൽ ഭഗവത്ഗീതയിലൊരു സ്ഥലത്ത് ഭഗവാൻ പറയുന്നുണ്ട് അനന്യാശ്ചിന്തയും തോമാം യേജന പരിപാസത്തിയുക്തം യോഗക്ഷേമം മഹാമയം. നിങ്ങളുടെ യോഗവും ക്ഷേമവും ഞാൻ തന്നെ കൊണ്ടുതരും എന്ന് പറയുന്നു. ലാസ്റ്റ് സപ്പറിൽ ക്രൈസ്റ്റ് പറയുന്നു ഐ ഗിവ് മൈ ബോഡി ആസ് ബ്രെഡ് ആൻഡ് ബ്ലഡ് ഇസ് വൈൻ ടു യു. എന്നും ആവശ്യമുള്ളത് ബ്രെഡ്. നമ്മുടെ ക്ഷേമം അല്ലെങ്കിൽ യോഗം എന്നുള്ള ആ യോഗക്ഷേമം മഹാമയം എന്ന് പറയുന്നത് യുവർ ഡെയിലി നീഡ്സ് ആൻഡ് പ്ലഷർ. അത് തന്നെയാണ് കർത്താവ് ഐ ഗിവ് മൈ ബോഡി ആസ് ബ്രെഡ് ആൻഡ് ബ്ലഡ് ഇസ് വൈൻ ടു യു. ഞാൻ തന്നെ വഹിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. പറഞ്ഞത് ഒരു കാര്യം, രണ്ടുപേര് പറഞ്ഞതായിട്ട് പറയുന്നത് ഭാഷയിലെ വ്യത്യാസം കൊണ്ട് മാത്രം. എനിക്ക് ഐ ബിലീവ് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ പഠിച്ചത് മുഴുവനും ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. ബൈബിൾ പഠിച്ചു, ഖുർആൻ പഠിച്ചു, അതിനോടൊപ്പം ഹിന്ദുവിസം ഭഗവത്ഗീതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പം എല്ലാം പറയുന്ന ഒരു കാര്യമുള്ളൂ, സ്നേഹമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്നേഹമായിട്ട് ഇരിക്കാം. എല്ലാവരും പറയും മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ യുദ്ധം വരും എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഈ മഹാഭാരതം വായിച്ചാൽ വീട്ടിൽ യുദ്ധം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം മഹാഭാരതത്തിനകത്ത് യുദ്ധം ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അത് വായിക്കാത്തവരാണ് കൂടുതൽ. ശാന്തിവർഗം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററിനകത്ത് തന്നെ പറയുന്നുണ്ട് യുദ്ധം ചെയ്യരുത് എന്ന് പറയുന്നത്. ഭീഷ്മൻ പറയുന്നുണ്ട് ആ സമയം ഈ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് യുദ്ധം ചെയ്യരുതെന്ന്. അത് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പുസ്തകം വീട്ടിൽ വെച്ചാൽ യുദ്ധം വരും എന്ന് പറയുന്നത് ശരിക്കും വായിക്കാത്തവരാണ് നമ്മുടെ ഇതിൽ കൂടുതൽ. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ. അതുകൊണ്ട് ഐ ഡോണ്ട് ബിലീവ് അങ്ങനെ ഒരു ഡിഫറൻസ് ഓഫ് റിലിജിയൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് തോട്ട് അങ്ങനെയുണ്ട്. മതം എന്ന് പറയുന്നത് ഒരു ചിന്ത എന്ന് മാത്രമേ. എനിക്ക് ഭയങ്കര സന്തോഷം, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഞാനാണ് ഞാൻ ഭയങ്കര സന്തോഷം.
അല്ല ഇത് നിമിത്തം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കും അത് നിമിത്തം അല്ലേ